ഹലോ എവരി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൺവേ എം എൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അത് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നത്. അതൊരു വലിയ ലോകമാണ്. നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് കാര്യം പറയാം. വാട്ട് ഈസ് റൺവേ എം എൽ? RunwayML is an applied AI research company that is shaping the next era of art, entertainment, and human creativity. They are developing tools that allow anyone to create content with AI. ഇതാണ് അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ. ഇനി നമുക്ക് നമ്മളെ ഭാഷയിൽ പറയാം. അതായത് ഇപ്പം നമ്മൾ ഇമാജിനേഷൻ, ടെക്നോളജി, ആർട്ട്, ഇത് മൂന്ന്. ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, ആർട്ട് എന്ന് പറയുന്നത് കല, ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി ആണ്. ഇത് മൂന്നും കൂടി ഒരു മിക്സിയിലിട്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ബ്ലെൻഡ് ചെയ്തെടുത്താൽ അതാണ് റൺവേ എം എൽ. അതായത് ഏറ്റവും ചുരുക്കി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അതാണ് റൺവേ എം എൽ. മേ ബി ഫ്യൂച്ചറിലല്ല പ്രസംഗം ഇപ്പം തന്നെ കറൻ്റ്ലി നമ്മളെ ക്രിയേറ്റിവിറ്റീനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത വിത്ത് എൻലെസ് പോസിബിലിറ്റീസ്. ഇനി നമ്മൾ പറയുന്നത് റൺവേ എം എൽ ഓഫർ ചെയ്യുന്ന വെറൈറ്റി ഓഫ് ടൂൾസും സർവീസസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, റൺവേ സ്റ്റുഡിയോ, എ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ AI പവേർഡ് കണ്ടൻറ്റ്. അതായത് AI പവേർഡ് കണ്ടൻറ്റ്, അതായത് AI ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ടൻറ്റ് ഉണ്ടാക്കാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. സെക്കൻഡ് വൺ, റൺവേ ഫോർ iOS, which is a mobile app that lets users generate videos on their phones with just text. അതായത് യൂസേഴ്സിന് ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, അതായത് ഒരു സെൻറ്റൻസ് ഉപയോഗിച്ച് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പ്. തേർഡ് വൺ, ML ആപ്പ്, എ കാറ്റലോഗ് ഓഫ് എക്സ്പെരിമെൻ്റൽ ആൻഡ് ഈസി ടു യൂസ് മെഷീൻ ലേണിംഗ് മോഡൽസ്. അതായത് ഒന്നുമില്ല, അതായത് മെഷീൻ ലേണിംഗ് മോഡൽസ് യൂസർ ഫ്രണ്ട്ലി ആയിട്ടോ, അതായത് ഈസി ആയിട്ട് എക്സ്പെരിമെൻ്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റലോഗ്. ഫോർത്ത് വൺ, റിസർച്ച്. RunwayML is also conducting cutting-edge research in artificial intelligence with a focus on areas such as video synthesis, image generation, and computer vision. അടുത്തത്, how to use RunwayML. To use RunwayML, you first need to create an account. അതായത് ഫസ്റ്റ് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് സിമ്പിളാണ്. അത് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഇതുവരെ നമ്മൾ എടുക്കുന്നത് ഫുള്ളും ഒരു തിയറി പോലെയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലൈവ് വെബ്സൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ അക്കൗണ്ട് ക്രിയേറ്റിങ്ങും പിന്നെ ഓരോ സർവീസസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ കുറച്ച് എക്സാമ്പിൾസും പറയുന്നതായിരിക്കും. പിന്നെ റൺവേ എം എല്ലിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് റൺവേ സ്റ്റുഡിയോ ഈസ് ദ മെയിൻ ഇൻ്റർഫേസ്. കാരണം വേറെ ഒന്നുമല്ല, അതിൽ കുറേ തരം ടൂൾസ് ഉണ്ട്, വെറൈറ്റി ഓഫ് ടൂൾസ്. പിന്നെ നമുക്ക് ഇമേജസ് ഉണ്ടാക്കാനും, അതായത് പിക്ചേഴ്സ് ജനറേറ്റ് ചെയ്യാനും, വീഡിയോസ്, മ്യൂസിക്, പിന്നെ അങ്ങനത്തെ എല്ലാം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം ടൂൾസ് ഉണ്ട്. റൺവേ ഫോർ iOS എന്ന് പറയുന്നത് മെയിനായിട്ട് മൊബൈൽ വേർഷനാണ്. അതായത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് ഒരു കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇൻ്റർഫേസും, നമുക്ക് ഫോണിൽ എങ്ങനെ വീഡിയോ ടെക്സ്റ്റ് വെച്ച് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന അത് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന അത് നമ്മൾ ആ പേരിൽ നമുക്ക് മനസ്സിലാവും. അതായത് റൺവേ ഫോർ iOS ആപ്പ്. വാട്ട് ക്യാൻ യു ക്രിയേറ്റ് വിത്ത് റൺവേ എം എൽ? എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു ലിസ്റ്റായിട്ട് നോക്കാം. മേ ബി അതായിരിക്കും ബെറ്റർ. പിന്നെ ഇതെല്ലാം ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. സോ ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് സിമ്പിളായിട്ടുള്ളതാണ്. ആ പേരിൽ തന്നെ അത് വായിച്ചാൽ തന്നെ നമുക്ക് ജസ്റ്റ് മനസ്സിലാവും. ജനറേറ്റ് റിയലിസ്റ്റിക് ഇമേജസ് ഓഫ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് തിങ്സ്. ക്രിയേറ്റ് വീഡിയോസ് ദാറ്റ് ടെൽ സ്റ്റോറീസ് ഓർ കൺവേ ഇമോഷൻസ്. Write music that matches your mood or the mood of your project. Design custom fonts and logos. Translate languages in real time. Detect objects in images and videos.
classify text and images, and much more. Is RunwayML free? Of course, RunwayML ഫ്രീ ആണ്. അത് ഉപയോഗിക്കാൻ ഫ്രീ ആണ്. പക്ഷേ അതിൽ എല്ലാത്തിനും പോലെ ഒരു പ്രീമിയം ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് കിട്ടും. നമ്മൾ ഇത്ര സമയം ഒരു തിയറി ക്ലാസ് പോലെയാണ് കേട്ടത്. അതായത് ജസ്റ്റ് എല്ലാം ഈ ഇതിനെപ്പറ്റി, ഇതിൻ്റെ എന്താണ് RunwayML, ഈ സൈറ്റ് എന്താണ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, എന്തിനാണ് യൂസ് ചെയ്യുക, ഇത് ഫ്രീ ആണോ, അതിൻ്റെ സർവീസസ്, ഇതിൻ്റെ ടൂൾസ്, ഇതെല്ലാം നമ്മളൊരു തിയറി ക്ലാസ് പോലെ കേട്ടത് മാത്രം. ഇനി നമ്മളത് ജസ്റ്റ് ഒരു പ്രാക്ടിക്കലായിട്ടല്ല, അങ്ങനല്ല, ജസ്റ്റ് അതൊന്ന് കണ്ട് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് അത് നമുക്കൊരു വെബ്സൈറ്റ് ടൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഹോം ടൂർ എന്നുള്ള പറയുന്ന ഒരു വെബ്സൈറ്റ് ടൂർ ജസ്റ്റ് ബ്രീഫായിട്ട് ജസ്റ്റ് വേഗം ഒന്ന് കാണിക്കും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഫസ്റ്റ് RunwayML സെർച്ച് ചെയ്യാം. RunwayML ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇത് സൈനപ്പ് ചെയ്യണം. ഇറ്റ്സ് ഫ്രീ, അത് ഫ്രീ ആണ്, അല്ലാതൊന്നുമില്ല. പ്രീമിയം പെയ്ഡ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എല്ലാ സൈറ്റിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് അത് നിൽക്കുക. ഞാൻ കണ്ടിന്യൂസ് ഗൂഗിളാണ്, മാനുവലായിട്ടും ഉണ്ട്. അതായത് യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ കണ്ടിന്യൂസ് ഗൂഗിളായിട്ട് കണക്ട് ചെയ്തിട്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നമ്മളെ പ്രൊഫൈലുണ്ട്. പ്രൊഫൈല് പിന്നെ ജനറേറ്റ് വീഡിയോസ്, എഡിറ്റ് ഓഡിയോ ആൻഡ് സബ് ടൈറ്റിൽസ്, ജനറേറ്റ് ഇമേജസ്. ഇത് വീഡിയോ സെക്ഷൻ, ഇത് ഇമേജ് സെക്ഷൻ, 3D AI ട്രെയിനിങ്, പോപ്പുലർ AI മാജിക് ടൂൾസ്, Gen 1, വീഡിയോ ടു വീഡിയോ, ടെക്സ്റ്റ് ഇമേജ് ടു വീഡിയോ. അത് ജസ്റ്റ് ഇമേജിനെ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. മേ ബി ഒരു സീൻ്റെ പിക്ചർ കൊടുത്താൽ അതൊരു തിരമാല വേവ് ഫോമിലേക്ക് വരുന്നതായിരിക്കാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യും. ഫൈൻ. വീഡിയോ ടു വീഡിയോ, ടെക്സ്റ്റ് ടു ഇമേജ്, ജനറേറ്റ് ഒറിജിനൽ ഇമേജസ് വിത്ത് നത്തിങ് ബട്ട് വേർഡ്സ്. ട്യൂട്ടോറിയൽസ്, സ്റ്റീരിയോ ഇൻ സ്പേസ്, Gen 2 വർക്ക്ഫ്ലോ, ജനറേറ്റ് ഇമേജ് വർക്ക്ഫ്ലോ. ഇതേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ എന്തെങ്കിലും ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ടെക്സ്റ്റ് ടു ഇമേജ്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അഥവാ ഇതിൽ നോക്കണമെങ്കിൽ, ട്രൈ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും. ടെക്സ്റ്റ് ടു ഇമേജ്. അപ്പം ഇവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ആൻ ഇമേജ് യു വാണ്ട് ടു ജനറേറ്റ്. ഇവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് ഒന്ന് കൊടുക്കുക, man in the river, അല്ല, in the forest. Generate ratio square 1:1. അതായത് പിക്ചറിൻ്റെ ഡയമെൻഷൻ, റെസൊല്യൂഷൻ, നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ്. അതായത് നമുക്ക് എത്ര ഔട്ട്പുട്ട്സ് വേണം, എത്ര ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ജനറേറ്റ്. ഫ്യൂച്ചറിൽ അങ്ങ് എത്തിപ്പോയല്ല, എന്തെല്ലാം കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞൊരു റെവല്യൂഷണറി വിപ്ലവകരമായ മാറ്റം. അതാ man in the forest. ഓഫ്, ഒരു നമുക്ക് ആൾട്ടർനേറ്റീവ്സ് മാറ്റി ജനറേറ്റ് ചെയ്ത് നോക്കാം. AI മാജിക് ടൂൾസ്, ടെക്സ്റ്റ് ടു ഇമേജ്. Wow. Excellent. എന്താല്ലേ, some AI things.
നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം. വേറെ എക്സാമ്പിൾ നോക്കി നോക്കാം. ടെക്സ്റ്റ് ടു വീഡിയോ, ഇമേജ് ടു വീഡിയോ. ഇമേജ് ടു വീഡിയോ ഒന്ന് നോക്കണമായിരുന്നു. ടെക്സ്റ്റ് ടു ഇമേജ് ടു വീഡിയോ, ഇമേജ് വേണ്ട. ഇത് ഇങ്ങനെ ഒരു ഇമേജ് കൊടുത്തരാം, അതിലേക്ക് പോകണം. ഓക്കെ ഫൈൻ. ഇങ്ങനെ കേട്ടാ ഇമേജ് ടു വീഡിയോ. ജസ്റ്റ് ഒരു ഇത് കൊടുത്ത ഫൈൻ. അപ്പം അതങ്ങനെ. ഇനി ബാക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയാണ്. എയുടെ ഓരോ മാറ്റങ്ങൾ മിക്കവാറും ഇത് മറ്റേ ഒരു ഡയലോഗില്ല ഇങ്ങനെ പറയുന്നത്. ലൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ജസ്റ്റ് നമ്മളൊരു മോഡലോ സർവീസ് എടുക്കുക സൈറ്റിൽ കയറിയിട്ട്, എന്നിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. അതായത് ഇമേജ്, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ്, അങ്ങനെ എന്താ വെച്ചാൽ ഇൻപുട്ട് കൊടുക്കുക. ഒരു വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഔട്ട്പുട്ട് തരും. അതും ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ല. അതേപോലെ വേറൊരു കാര്യം, RunwayML കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷണൽ ആൻഡ് കൊളാബറേഷണൽ സെറ്റപ്പാണ്. അതായത് നമ്മളെ ക്രിയേറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ നമ്മളെ പ്രൊജക്റ്റെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി, പിന്നെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് പഠിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു നല്ല അടിപൊളി കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇറ്റ്സ് വെരി സപ്പോർട്ടീവ്. അതായത് നമ്മളെ ബൗണ്ടറീസ് ഉണ്ടല്ലോ, നമ്മൾ ഓരോരാൾക്കും നമ്മളെ ക്രിയേറ്റിവിറ്റിയിലായാലും എന്ത് കമ്പയറിലും നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവും. അത് പുഷ് ചെയ്ത് പുറത്തേക്ക് പോകാൻ, അതായത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാനുള്ള ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കോമ്പിനേഷണൽ അച്ചീവ്മെൻ്റ് എന്നെല്ലാം പറയാം. ഒരു പെയറായിട്ട് അച്ചീവ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരു AI എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല. അതായത് നമ്മളെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ഇമാജിനേഷൻ സ്കിൽ ഉണ്ടാവില്ലേ, നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള സ്കില്ല്, അതിന് ജസ്റ്റ് ടെക്നോളജിയും ആർട്ടും കൂടി ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു ഫോമായിരുന്നു. സോ നമുക്ക് വലിയ എക്സ്പെർട്ടൈസേഷനൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മളെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായാൽ മതി. ജസ്റ്റ് അതായത് നമ്മളെ ഇമാജിനേഷൻ സ്കിൽ ഉണ്ടായാൽ മതി. ഇതെല്ലാം കണ്ടിട്ട് എന്തായാലും അതൊന്ന് കയറി നോക്കണം നല്ല ആഗ്രഹമുണ്ടാകും. സോ വെയിറ്റ് ചെയ്യാൻ വേണ്ടാരും. സോ പോവാം, സൈറ്റ് ഓപ്പൺ ആക്കാം, കയറാം, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ നമ്മളൊരു മേ ബി ആർട്ടിസ്റ്റ് ആവാം, മ്യൂസീഷ്യൻ ആവാം, ഡിസൈനർ ആവാം, ജസ്റ്റ് ആരും ആയിക്കോട്ടെ. RunwayML എന്ന് പറയുന്നത് നമ്മളെ ക്രിയേറ്റിവിറ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കും. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI ഡ്രിവൺ ക്രിയേറ്റിവിറ്റി. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി എന്തെങ്കിലും, ഈ കണ്ടൻറ്റിനെ പറ്റി എന്തെങ്കിലും തോട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതേപോലെ ഇനിയും കണ്ടൻറ്റ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.